ഓക്കെ, ഇനി നമുക്ക് ഓരോ കിങ്ഡത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് കിങ്ഡമാണ് കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ടത് എന്താണ്? യെസ്, ഇറ്റ്സ് എ കിങ്ഡം ഓഫ് ബാക്ടീരിയാസ്. ബാക്ടീരിയയുടെ കിങ്ഡമാണ് കിങ്ഡം മൊനീറ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് കിങ്ഡം ഈസ് പ്രോകാരിയോട്ടിക്. ഓക്കെ, ഈ കിങ്ഡം എന്ന് പറയുന്നത് പ്രോകാരിയോട്ടിക് ആണ്. ആൻഡ് ദിസ് ബാക്ടീരിയനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ ബാക്ടീരിയനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ഷേപ്പ്. അപ്പോൾ ബാക്ടീരിയ നമ്മൾ നോക്കി. അപ്പോൾ ബാക്ടീരിയ നോക്കിയപ്പോൾ പല ബാക്ടീരിയയ്ക്കും പല ഷേപ്പ്. അപ്പോൾ ഈ ഷേപ്പ് അനുസരിച്ച് നമുക്ക് അതിനെന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് സ്ഫെറിക്കൽ. സ്ഫെറിക്കൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതെ അല്ലേ? സോ ഇങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിലായിട്ടുള്ള ബാക്ടീരിയയാണ് സ്ഫെറിക്കൽ ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് കോക്കസ് ഓർ കോക്കൈ എന്ന് വിളിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് റോഡ് ഷേപ്പഡ്. ഇനി റോഡ് ഷേപ്പഡ് ആയിട്ടുള്ള ബാക്ടീരിയനെയാണ് നമ്മൾ ബാസിലസ് ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. സോ ഈ പിക്ചർ നോക്കിയേ, ആ ബാക്ടീരിയൽ ഷേപ്പ് എങ്ങനെയാണ്? ഒരു റോഡ് പോലെയാണ് അല്ലേ? സോ ദിസ് ബാക്ടീരിയ ഈസ് കോൾഡ് ആസ് ബാസിലസ് ഓർ ബാസില്ലൈ. ദെൻ കോമ ഷേപ്പ്. നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു കോമയൊക്കെ വരയ്ക്കുന്ന പോലെയാണ് ഈ ബാക്ടീരിയയുടെ ഷേപ്പ്. സോ ദിസ് ബാക്ടീരിയ ഈസ് കോൾഡ് ആസ് വിബ്രിയം. Okay, then next one and final one is spiral shaped bacteria. So the spiral shaped bacteria is called as, yes, spirillum or spirilla. So this is a spiral shaped bacteria. So based on the shape, the bacteria is classified into 4 types. Okay, so bacteria in a kingdom eda? Yes, kingdom Monera. Clear ano? Okay. Then based on the nutrition, next classification എന്തിനെ ബേസ് ചെയ്തിട്ടാ? എങ്ങനെയാണ് ഓർഗാനിസംസ് അവരുടെ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്, ഈ ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്ടീരിയാസിനെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ കിങ്ഡം മൊനീറയെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് photosynthetic autotrophs and the second one is chemosynthetic autotrophs. Then third one is heterotrophs. Photosynthetic autotrophs. Photosynthetic autotrophs ന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് യൂസ് ചെയ്ത് വിത്ത് പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ഒക്കെ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? ഫുഡ് പ്രിപ്പയർ ചെയ്യുക അല്ലേ? അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവയ്ക്ക് സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. സോ പേരിൽ തന്നെ ഉണ്ട് എന്താ? കീമോ, കെമിക്കൽസ് ആണ് അവിടെ വരുന്നത് അല്ലേ? സോ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൽ നിന്ന് അതിനെ ഓക്സിഡൈസഡ് റിയാക്ഷൻ സംഭവിച്ച് അതിൽ നിന്ന് കിട്ടുന്ന എനർജി യൂസ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്. They synthesize their energy from inorganic substrates. So next one is heterotrophs. ഇവരെന്ത് ചെയ്യില്ല? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യില്ല, അതുപോലെ ഇനോർഗാനിക് സബ്സ്ട്രേറ്റ്സിനെ ഓക്സിഡൈസ് ചെയ്യാനും ശ്രമിക്കില്ല. ഇവരെന്ത് ചെയ്യും? മറ്റ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ അതർ ഓർഗാനിസം ഫോർ ദയർ ഫുഡ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ ന്യൂട്രീഷൻ ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 types. ഏതൊക്കെയാ? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആൻഡ് ഹെറ്ററോട്രോപ്സ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ ഈ കിങ്ഡം മൊനീറയെ തന്നെ ഫർദർ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് ആർക്കിബാക്ടീരിയ ആൻഡ് അനദർ വൺ ഈസ് നോൺ ആസ് യൂബാക്ടീരിയ. ഏതൊക്കെയാ? ആർക്കിബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിങ്ഡം മൊനീറയെ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർക്കിബാക്ടീരിയയെ കുറിച്ചാണ്. ആർക്കിബാക്ടീരിയ, ഈ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബാക്ടീരിയ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ടെമ്പറേച്ചർ വളരെ കൂടുതലുള്ള സ്ഥലം അല്ലെങ്കിൽ ടെമ്പറേച്ചർ വളരെ കുറവുള്ള സ്ഥലം, സാൾട്ടി ആയിട്ടുള്ള ഏരിയാസ്, ഹൈ സാൾട്ടി ആയിട്ടുള്ള ഏരിയാസ്, ഇങ്ങനെ എക്സ്ട്രീം കണ്ടീഷനുള്ള ഏരിയാസിലാണ് ഈ ബാക്ടീരിയസ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ their cell wall which is different from that of the other bacteria. മറ്റ് ബാക്ടീരിയയുടെ സെൽവാളും നമ്മുടെ ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽവാളും എടുത്തു വെച്ച് നോക്കിയാൽ ഇവരുടെ സെൽവാളിൽ കുറച്ച് സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് ആണ് അവരെ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്കിനി ആർക്കി ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ആർക്കി ബാക്ടീരിയ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 types. ഏതൊക്കെയാ?
Yes, halophiles, thermoacidophiles, then methanogens. നമുക്കറിയാം എക്സ്ട്രീം കണ്ടീഷനിലാണ് ഈ ബാക്ടീരിയ കാണുന്നത്. അപ്പോൾ ഹാലോഫൈൽസ് എന്ന് പറയുന്ന ബാക്ടീരിയ കാണുന്നത് സാൾട്ടി ഏരിയാസ് ആണ്. അതായത് അത്രയും ഉപ്പുള്ള സാൾട്ടി ആയിട്ടുള്ള ഏരിയാസിലാണ് ഹാലോഫൈൽസിനെ കാണുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് തെർമോ ആസിഡോഫൈൽസ്. സോ പേരിൽ നിന്ന് നമുക്ക് കിട്ടും. തെർമോ എന്ന് പറയുന്നത് എന്താ? സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ള റീജിയൻസ്, അതായത് ഹോട്ട് സ്പ്രിങ്സ്, ഈ ഹോട്ട് സ്പ്രിംഗ് റീജിയൻസിലൊക്കെയാണ് നമുക്ക് ആരെ കാണാൻ പറ്റുക? നമ്മുടെ തെർമോ ആസിഡോഫൈൽസ് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. സോ ദ ഫൈനൽ വൺ ഈസ് മെത്തനോജൻസ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മീഥേൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയയാണ്. സോ മെത്തനോ, ആ പേര് തന്നെ നമ്മൾ മനസ്സിലാക്കണം, മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ബാക്ടീരിയ എവിടെ കാണാം? ദിസ് ബാക്ടീരിയ ഇസ് മെയിൻലി സീൻ ഇൻ മാർഷി ഏരിയാസ്. മാർഷി ഏരിയാസിലാണ് മെയിനായിട്ടും കാണുന്നത്. ഇത് കൂടാതെ നമുക്ക് വേറൊരു സ്ഥലത്തും കൂടി കാണാൻ പറ്റും. നമ്മുടെ ബയോഗ്യാസ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? കൗഡങ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ഈ കൗ പോലുള്ള റൂമിനൻ്റ് ആയിട്ടുള്ള അനിമൽസിൻ്റെ ഗട്ടിലും നമുക്ക് ആരെ കാണാൻ പറ്റും? ഈ മെത്തനോജനിക് ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. സോ ഇറ്റ് പ്രൊഡ്യൂസ് മീഥേൻ ഗ്യാസ് അല്ലേ? സോ ദ മീഥേൻ ഗ്യാസ് ഈസ് എ ബയോഗ്യാസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ബയോഗ്യാസ് എന്ന് പറയുന്നത് ഈ മീഥേൻ ഗ്യാസ് ആണ്. സോ ദ മെത്തനോജൻസ് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ഓക്കെ, so these are the three different types of Archaebacteria. എവിടെയാ? halophiles എവിടെയാ? salty areasൽ. then thermoastrophiles എവിടെയാ? high temperature ഉള്ള സ്ഥലത്ത് hot springsൽ. then methanogens എവിടെയാ? marshy areas and gut of ruminant animals. clear ആണോ? okay, so നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏതാ? Eubacteria അല്ലേ? this Eubacteria is also called as true bacteria. എന്താ പറയാ? True bacteria. So this Monera is further classified into Archaebacteria and Eubacteria. So Archaebacteria നമ്മൾ പറഞ്ഞു. The next one is Eubacteria. This Eubacteria which consisting of a rigid cell wall. ഒരു റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ അതിനുണ്ട്. ഇത് കൂടാതെ അതിനെന്തുണ്ട്? ഫ്ലജെല്ലം പ്രസന്റ് ആണ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്ലജെല്ലം? എന്തിനാ ഫ്ലജെല്ലം? മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചറാണ് ഫ്ലജെല്ലം എന്ന് പറയുന്നത്. സോ യൂബാക്ടീരിയക്ക് എന്തൊക്കെയുണ്ട്? റിജിഡ് ആയിട്ടുള്ള സെൽ വാളും ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലജെല്ലവും പ്രസന്റ് ആണ്. ക്ലിയർ ആണോ? This Eubacteria that includes two types, autotrophs and heterotrophs. നമ്മൾ ന്യൂട്രീഷൻ അനുസരിച്ച് പറഞ്ഞ പോലെ തന്നെ here the autotrophs is two types. photosynthetic autotrophs ഉണ്ട്, അതുപോലെ തന്നെ chemosynthetic ആയിട്ടുള്ള autotrophs ഉണ്ട്. Okay, so Eubacteria is classified into two types, autotrophs and heterotrophs. Autotrophs is further classified into photosynthetic autotrophs and chemosynthetic autotrophs. Clear അല്ലേ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. Okay, then നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So the first one is photosynthetic autotrophs. Photosynthetic autotrophsൽ മെയിൻ ആയിട്ടും വരുന്നത് നമ്മുടെ ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ്. ആരാ? ബ്ലൂ ഗ്രീൻ ആൽഗെ. ആൻഡ് ദിസ് ബ്ലൂ ഗ്രീൻ ആൽഗെ മെയിൻ ആയിട്ടും അറിയപ്പെടുന്ന പേരാണ് എന്താ? സയനോബാക്ടീരിയ. ആണെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ആൽഗയുടെ ഇടയിൽ ഒരു ചോദിക്കും, ഇതിൽ ഏതാണ് ആൽഗെ അല്ലാത്തതെന്ന് ചോദിക്കും. സോ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ആൽഗെ ആണെന്ന്. ബട്ട് ഇറ്റ്സ് നോട്ട് ആൻ ആൽഗെ, ഇറ്റ്സ് എ ബാക്ടീരിയ. സോ ഇറ്റ്സ് ആൾസോ കോൾഡ് സയനോബാക്ടീരിയ. ഓക്കെ, ഇനി നമുക്കിത് എവിടെയാണ് കാണുന്നത് നോക്കാം. എവിടെയാണ് കാണുന്നത്? മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ റീജിയനിൽ കാണുന്ന ഒരു ആൽഗയാണ് ആര്? നമ്മുടെ സയനോബാക്ടീരിയ. ഇറ്റ്സ് യൂണിസെല്ലുലാർ, സിംഗിൾ സെൽഡ് ആണ്. ദെൻ കൊളോണിയൽ ഓർ ഫിലമെന്റസ് ഫോം. കൊളോണിയൽ ഫോംസും ആവാം അല്ലെങ്കിൽ ഫിലമെന്റസ് ഫോംസും ആവാം. ഇവരെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ജെലാറ്റിനസ് ഷീത്ത് കാണാൻ പറ്റും. നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് എ സയനോബാക്ടീരിയ. ആൻഡ് സയനോബാക്ടീരിയ എന്താ പേര്? നോസ്റ്റോക്ക്. ഇറ്റ്സ് എ ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു സയനോബാക്ടീരിയ ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇതിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ജെലാറ്റിനസ് ആയിട്ടുള്ള ഷീത്ത് കാണാൻ പറ്റും. ഓക്കെ, സോ അതിൻ്റെ ബോഡീനെ കവർ ചെയ്ത് എന്തുണ്ടാവും? ഒരു ജെലാറ്റിനസ് ഷീത്ത് പ്രസന്റ് ആണ്. ഇത് കൂടാതെ ഇറ്റ് ആൾസോ ക്രിയേറ്റ് ബ്ലൂംസ് ഇൻ ദ പൊള്യൂട്ടർ വാട്ടർ ബോഡീസ്. പൊള്യൂട്ടർ വാട്ടർ ബോഡീസിൽ ബ്ലൂംസ് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ് സയനോബാക്ടീരിയ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി സയനോബാക്ടീരിയയുടെ
സിഗ്നിഫിക്കൻസ് എന്താന്ന് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സയനോബാക്ടീരിയ? എന്താ? Cyanobacteria which help in the fixation of nitrogen. Nitrogen fixation സഹായിക്കുന്ന ബാക്ടീരിയയാണ് സയനോബാക്ടീരിയ. ഈ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതിന് വേണ്ടി അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ട്. ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഈസ് കോൾഡ് ആസ് ഹെറ്ററോസിസ്റ്റ്. എന്താ വിളിക്കാം? ഹെറ്ററോസിസ്റ്റ് എന്നാണ് വിളിക്കാം. സോ നിങ്ങൾക്ക് ഈ പിക്ചർ തന്നിട്ട് ഇതിൽ എവിടെയാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് ചോദിക്കാം. സോ ഇതാണ് നമ്മുടെ ഹെറ്ററോസിസ്റ്റ് സ്ട്രക്ചർ. സോ ഇവിടെ ഹെറ്ററോസിസ്റ്റ് മാറ്റി ലെവൽ മാറ്റി എന്തോ എഴുതും? എന്ന് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയും? അത് ഫിൽ ചെയ്യാൻ പറയും. ഓക്കെ, സോ ഹെറ്ററോസിസ്റ്റ് ഈസ് എ നൈട്രജൻ ഫിക്സേഷൻ സൈറ്റ് ഇൻ സയനോബാക്ടീരിയ. ഓക്കെ, സോ അതിൻ്റെ സ്ഥാനം നോക്കി വയ്ക്കണം. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് പിക്ചർ. അപ്പോൾ ഈ പിക്ചർ അതേപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ഓക്കെ സം അതർ എക്സാമ്പിൾസ് ആർ നോസ്റ്റോക്ക് ആൻഡ് അനബീന. ദീസ് ആർ സം സയനോബാക്ടീരിയ. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിനെ കുറിച്ചാണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ചെയ്യുക. യെസ്, അവരെന്ത് ചെയ്യുന്നു? ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനെ എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്കെ, എങ്ങനത്തെയൊക്കെയാ? നൈട്രൈറ്റ്സ്, അമോണിയ പോലുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ATP പ്രൊഡക്ഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്? നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും കൂടി അവിടെ പറയണ്ടേ? യെസ്, എന്താ സിഗ്നിഫിക്കൻസ്? യെസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്. ഏതെല്ലാം ന്യൂട്രിയൻസാ? യെസ്, നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ പോലുള്ള ന്യൂട്രിയൻസിനൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരാ സഹായിക്കുന്നത്? യെസ്, ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് സഹായിക്കുന്നത്. സോ ഇങ്ങനെ റീസൈക്കിൾ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ സോയിലോട്ട് തന്നെ റിലീസ് ചെയ്യുന്നു. നമ്മുടെ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. സോ ന്യൂട്രിയൻസിനെ റീസൈക്കിൾ ചെയ്യുന്നതിൽ നമ്മുടെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന് വലിയൊരു പങ്കുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളെ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ്. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്താ? അവർ മറ്റ് ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. സോ ദ ഡിപ്പെൻഡ് അപ്പോൺ അതേഴ്സ് ഫോർ ഗെറ്റിംഗ് എനർജി. ദേ ആർ മെയിൻലി ഇൻക്ലൂഡ്സ് ഡീകമ്പോസേഴ്സ്. ഓക്കെ, കൂടുതലും ആൾക്കാർ ആരാ? ഡീകമ്പോസേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ പല രീതിയിൽ നമ്മുടെ ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ? നമ്മുടെ കേർഡ് ഉണ്ടല്ലോ, തൈര്, മിൽക്കിൽ നിന്ന് കേർഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ആൻഡ് അനദർ വൺ ഈസ് ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാക്ടീരിയാസ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് ആണ്. അതുപോലെ തന്നെ ദ നൈട്രജൻ ഫിക്സേഷൻ ഇൻ ലെഗ്യൂമിനസ് റൂട്ട്സ്. ഓക്കെ, നമ്മുടെ പാരചെടിയിലൊക്കെ ഉള്ള ലെഗ്യൂം റൂട്ട്സിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ബാക്ടീരിയാസ് എങ്ങനത്തെ ബാക്ടീരിയാസാ? യെസ്, ഇറ്റ്സ് എ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ്. ആൻഡ് ദിസ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഇറ്റ് ആൾസോ കോസിങ് ഡിസീസ് ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അനിമൽസിനും പ്ലാന്റ്സിനും അത് എന്ത് കോസ് ചെയ്യും? ഡിസീസ് കോസ് ചെയ്യും. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? cholera, typhoid, tetanus, citrus canker in plants, all these diseases which are caused by heterotrophic bacteria. Okay, so heterotrophic bacteria കുറച്ച് ഗുണവും ചെയ്യുന്നുണ്ട് and it also causes some diseases to plants and animals. The next one is reproduction bacteria. So bacteriaയുടെ reproduction എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താ? Yes, mainly എങ്ങനെയാ? Through the process of fission. Okay, so this is a picture that's showing the fission. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പിക്ചർ കാണിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം എന്താണ് ഇവിടെ നടക്കുന്നത്, ഈ പ്രോസസ്സ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, സോ ഫിഷൻ വഴിയാണ് നമ്മുടെ ബാക്ടീരിയ മെയിനായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷേ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ, സോ അൺഫേവറബിൾ കണ്ടീഷൻസിൽ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ദേ ആൾസോ റീപ്രൊഡ്യൂസ് ബൈ സെക്ഷൽ മെത്തേഡ്. സെക്ഷൽ മെത്തേഡ്സും വഴി അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ പ്രിമിറ്റീവ് മെത്തേഡ്. സോ ഇവിടെ എന്താ ചെയ്യുക വെച്ചാൽ DNA എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. So DNA transfer that occurs from one bacteria to another one. So this is a sexual method of reproduction that's seen in bacteria. So reproduction is mostly by fission. Okay, clear ആണോ? Okay. So next one is mycoplasma. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. ആകെ 4 പോയിന്റുകളും എപ്പോഴും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് മൈക്കോപ്ലാസ്മയെ കുറിച്ച് പറയുന്നത്? These are the organism without cell wall. ഈ ഓർഗാനിസത്തിന് എന്തില്ല? സെൽ വാളേ ഇല്ല. ഈ ഓർഗാനിസം എന്ന് പറയുന്നത്
is the smallest living cells known. നമുക്ക് അറിയാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. അതിന് സെൽവാളില്ല. They can survive without oxygen. ഓക്സിജൻ ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റും. And they also cause pathogenic effects in animals and plants. ഡിസീസ് കോസ് ചെയ്യും. അനിമൽസിനും പ്ലാന്റ്സിനും ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് മൈക്കോപ്ലാസ്മ. സോ ആകെ 4 പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി വരുന്ന കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റം. ഓക്കെ, ദിസ് കിങ്ഡം പ്രോട്ടിസ്റ്റ ഈസ് എ യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. സോ യൂക്കാരിയോട്സ് ആണ്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള സെൽ ഓർഗാനിസം അവർക്ക് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ദേ ആർ മെയിൻലി അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ കിങ്ഡം പ്രോട്ടിസ്റ്റ ഇസ് മെയിൻലി അക്വാറ്റിക് ഓർഗാനിസം. സോ ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രോട്ടിസ്റ്റ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. സോ ബാക്ടീരിയ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിച്ച പോലെ ഇനി നമുക്ക് പ്രോട്ടിസ്റ്റ ഡിഫറെൻറ്റ് ടൈപ്സും പഠിക്കാനുണ്ട്. സോ ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ഏതൊക്കെയാ? ക്രൈസോഫൈറ്റ്സ്, dinoflagellates, euglenoids, slime molds and protozoans. So these are the 5 different types of protozoans. ഇനി ഈ 5 ടൈപ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് വേണ്ടത്. ഓക്കെ, റെഡി ആണോ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോട്ടിസ്റ്റയെ കുറിച്ച് പഠിക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് മെയിൻ ആയിട്ടും കാണുന്നത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടർ എൻവയോൺമെൻറ്റ്സിലാണ് നമുക്കിതിനെ മെയിൻ ആയിട്ടും കാണാൻ പറ്റുക. ആൻഡ് ദേ ആർ മൈക്രോസ്കോപ്പിക്. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഫ്ലോട്ട് പാസീവ്ലി ഇൻ ദ വാട്ടർ കറൻറ്റ്സ്. നമ്മൾ വെള്ളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് പ്ലാങ്ക്ടൺസ് ആണ് നമ്മൾ ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഈ വെള്ളത്തിൻ്റെ കറണ്ട് അനുസരിച്ച്, വാട്ടറിൻ്റെ കറണ്ട് അനുസരിച്ച് അത് ചെയ്യും, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ക്രൈസോഫൈറ്റ്സ് ആർ മെയിൻലി ഫോട്ടോസിന്തറ്റിക്. കൂടുതൽ ആൾക്കാരും ഫോട്ടോസിന്തറ്റിക് ആണ്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 2 ആൾക്കാരെയാണ് മെയിൻ ആയിട്ട് വന്നു വരിക. ദ ഫസ്റ്റ് വൺ ഈസ് ഡയറ്റംസ് ആൻഡ് ഗോൾഡൻ ആൽഗി. ഗോൾഡൻ ആൽഗി ഈസ് ആൾസോ കോൾഡ് ആസ് ഡെസ്മിഡ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ ചോദിക്കാം, ഡയറ്റംസും ഗോൾഡൻ ആൽഗിയും വരുന്ന പ്രോട്ടിസ്റ്റ് ഏതാണെന്ന് ചോദിക്കും. ഏതാ? എസ്, ക്രൈസോഫൈറ്റ്സ് ആണ്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഡയറ്റംസിനെ കുറിച്ചാണ്. സോ നമുക്ക് ഡയറ്റംസിനെ കുറിച്ച് നോക്കാം. സോ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എ ഡയറ്റം. ഈ ഡയറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സോപ്പ് ബോക്സിലെ സോപ്പ് ബോക്സിനെ പോലെയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ ഇതിന് സെൽവാൾ എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 2 ഷെൽസ്. 2 ഷെൽസ് ആണ് അത് കൺസിസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ സോപ്പ് ബോക്സ് അടച്ചു വയ്ക്കുന്ന പോലെയാണ് ഈ ഡയറ്റംസ്. അവർ സെൽവാൾ മെയിനായിട്ടും മേഡപ്പ് ചെയ്തിരിക്കുന്നത് സിലിക്ക കൊണ്ടാണ്. ഓക്കെ, സോ ഡയറ്റംസ് ആർ കൺസിഡർ ആസ് എ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. നമ്മുടെ ഓഷ്യനിൽ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിന് സോപ്പ് ബോക്സ് പോലെ 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് ഉണ്ട്. ആൻഡ് ദയർ സെൽ വാൾ ഇസ് മേഡപ്പ് ഓഫ് സിലിക്കൺ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ എക്കണോമിക് വാല്യൂ ഓഫ് ഡയറ്റംസ്? ഇതും ചോദിക്കാം, എക്സാമിന് ചോദിക്കാം, എന്താണ് ഡയറ്റംസിൻ്റെ എക്കണോമിക് വാല്യൂ എന്ന്. നമ്മൾ പറഞ്ഞു സെൽവാൾ സിലിക്കോണാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഈ സിലിക്ക എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഡിസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല, ഇത് ഇൻഡസ്ട്രക്റ്റബിൾ ആണ്. അപ്പോൾ ഈ നമ്മളെ ഡയറ്റംസ് കുറേ പേരിങ്ങനെ ഡൈ ഓഫ് ചെയ്ത് പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ഓഷ്യൻ്റെ ഫ്ലോറിൽ വന്നിട്ട് അത് അടിഞ്ഞു കൂടും അല്ലേ. ഇങ്ങനെ ഓഷ്യൻ്റെ ഫ്ലോറിൽ ഇത് അക്യുമുലേറ്റ് ചെയ്ത് ബില്യൺസ് ഓഫ് ഇയർ എന്ത് ചെയ്യുന്നു, അതിങ്ങനെ വന്ന് അടിഞ്ഞു കൂടി അവിടെ എന്ത് ഫോം ചെയ്യും? ഡയറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഫോം ചെയ്യും. സോ ദാറ്റ് മീൻസ് അതിനെ എമൗണ്ട് ഇൻക്രീസ് ചെയ്ത് വരാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അപ്പോൾ ഒരു ബെഡ് ഫോം ചെയ്യും താഴത്ത്. സോ ദാറ്റ്സ് കോൾഡ് ഡയറ്റോമേഷ്യസ് എർത്ത്. ഓക്കെ, ഈ ഡയറ്റംസ് നമ്മൾ പോളിഷിങ്ങിനും അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് അതുപോലെ സിറപ്സ് പിന്നെ ഫിൽട്രേഷൻസിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡയറ്റംസ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് ക്രൈസോഫൈറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ ആണ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്. ഡൈനോഫ്ലജെല്ലേറ്റ്, ഇതിൻ്റെ പേരിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റ് കിട്ടും. ഡൈ വിച്ച് മീൻസ് 2 ആണല്ലേ. സോ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 2 ഫ്ലജെല്ലെ ആണ് അതിന് മെയിൻ ആയിട്ടുള്ളത്. മെയിനായിട്ട് ഒരു മറൈൻ ഫോംസ് ആണ്. ദെൻ ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, അപ്പോൾ ഇതിന് 2 ഫ്ലജെല്ലാസ് ആണുള്ളതെന്ന് പറഞ്ഞു. ഇത് കൂടാതെ
ഇവയ്ക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സെൽസ് അവരുടെ ബോഡിയിലുണ്ട്. ഓക്കെ, പിഗ്മെൻറ്റഡ് സെൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ബോഡി പല നിറത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ നിറത്തിലാണ്? യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ, റെഡ് കളർ പോലെ പല നിറത്തിൽ കാണാൻ പറ്റും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പിഗ്മെൻറ്റഡ് സെൽസ്. അത് ഏത് പിഗ്മെൻറ്റഡ് സെല്ലാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കളറായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ആൾസോ കൺസിസ്റ്റിംഗ് ഓഫ് സെല്ലുലോസ് പ്ലേറ്റ്സ്. അവരുടെ ബോഡിയുടെ ഔട്ടർ സൈഡിലായിട്ട് ഒരു സെല്ലുലാർ വാൾ ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് എ സെല്ലുലോസ് പ്ലേറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് കൺസിസ്റ്റിംഗ് ഓഫ് ഫ്ലജെല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, 2 ഫ്ലജെല്ല ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ഫ്ലജെല്ലയും 2 രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, വൺ ഈസ് അറേഞ്ച്ഡ് ലോങ്ജിറ്റ്യൂഡിനലി ആൻഡ് അനദർ വൺ ഈസ് അറേഞ്ച്ഡ് ട്രാൻസ്വേഴ്സ്ലി. അങ്ങനെ 2 ഫ്ലജെല്ലാസ് ഉണ്ട്. രണ്ടും ഒന്ന് ലോങ്ജിറ്റ്യൂഡിനലിയും മറ്റൊന്ന് ട്രാൻസ്വേഴ്സ്ലി ആണ് ചെയ്യുന്നത്, ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ പിക്ചർ ഓഫ് ഡൈനോഫ്ലജെല്ലൈറ്റ്സ്. ഇനി ഇതിൽ റെഡ് പിഗ്മെന്റഡ് സെൽസ് ഉള്ള ഡൈനോഫ്ലജെല്ലൈറ്റ്സ്, ദാറ്റ്സ് കോൾഡ് റെഡ് ഡൈനോഫ്ലജെല്ലൈറ്റ്സ്. ഇതിനൊരു പ്രത്യേക പേരുണ്ട്. എന്താ പേര്? യെസ്, ഗോണിയോളിക്സ്. ഈ ഗോണിയോളിക്സ് എന്ന് പറയുന്ന റെഡ് ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ഇവരെന്താ ചെയ്യുക വെച്ചാൽ, നമ്മുടെ സീ ഉണ്ടല്ലോ, ഈ സീയിൽ അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. കണ്ടിന്യൂസ്ലി അവർ മൾട്ടിപ്ലൈ ചെയ്ത് അവർ എമൗണ്ട് ഇങ്ങനെ കൂട്ടും. ഓക്കെ, സോ ദേ ആർ പിഗ്മെന്റഡ് സെൽസ്. ഏത് പിഗ്മെന്റാ? റെഡ് കളറാണുള്ളത് അല്ലേ. അപ്പോൾ അവരുടെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സീ എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. സോ ദ സീ അപ്പിയർ ആസ് റെഡ്. ആൻഡ് ദിസ് പ്രോസസ് or this mechanism is known as, this phenomena is called red tides. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സീ ഇങ്ങനെ റെഡ് കളറിൽ കാണാനുള്ള കാരണം ആരാ? എസ്, ഗോണിയോളക്സ് ആണ്. വേണമെങ്കിൽ ചോദിക്കാം. സോ റെഡ് ടൈഡ്സിന് റീസൺ ആയിട്ടുള്ള ഓർഗാനിസം ഏതാണ്? അത് ഏത് കിങ്ഡത്തിൽ വരുന്നു? ഏത് കിങ്ഡത്തിലാണ് വരുന്നത്? എസ്, കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് ഇത് വരുന്നത്, അണ്ടർ ഡൈനോഫ്ലജെല്ലൈറ്റ്സ്. ഇത് കൂടാതെ ഈ ഓർഗാനിസംസ് ചില ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ടോക്സിൻസ് നമ്മളെ മറൈൻ എക്കോസിസ്റ്റത്തിൽ ഉള്ള ഓർഗാനിസത്തിന് ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി നമ്മുടെ ഫിഷസിനെയൊക്കെ ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ടോക്സിൻസ് ആര് റിലീസ് ചെയ്യുന്നുണ്ട്? ഡൈനോഫ്ലജെല്ലൈറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആരാ? യെസ്, യൂക്ലിനോയിഡ്സ് ആണ്. ഈ യൂക്ലിനോയിഡ്സ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. ദേ മെയിൻലി ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. നമ്മളെ കെട്ടിക്കിടക്കുന്ന വാട്ടറിലൊക്കെയാണ് യൂക്ലിനോയിഡ്സിനെ മെയിനായിട്ടും കാണുന്നത്. ആൻഡ് ഇറ്റ് ആൾസോ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഫ്ലജെല്ല. വൺ ഈസ് എ ഷോർട്ടർ വൺ ആൻഡ് അനദർ വൺ ഈസ് എ ലോങ്ങർ വൺ. ഒരു ചെറിയ ഫ്ലജെല്ലയുണ്ട്, ഒരു വലിയ ഫ്ലജെല്ലയുണ്ട്. ഓക്കെ, ഇവയ്ക്ക് സെൽ വാൾ ഇല്ല. എന്തില്ല? സെൽ വാൾ ഇല്ല. സെൽ വാൾ ഇല്ലെങ്കിലും ഇതിന് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ പ്രോട്ടീൻ റിച്ച് ലെയർ ആൻഡ് ഇറ്റ്സ് കോൾഡ് ആസ് പെല്ലിക്കൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൺസിസ്റ്റ് ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെല്ലിക്കൽ എന്ന് വിളിക്കുന്നത്. എന്താ ഈ പെല്ലിക്കലിൻ്റെ പർപ്പസ്? പെല്ലിക്കൽ വിച്ച് ഹെൽപ്സ് ടു ഗീവ് ഫ്ലെക്സിബിലിറ്റി ടു ദ ബോഡി. സെൽ വാൾ ഇല്ല, അപ്പോൾ അവയ്ക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, ദാറ്റ്സ് കോൾഡ് പെല്ലിക്കൽ. ഈ പെല്ലിക്കൽ എന്ന് പറയുന്ന ഒരു ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ആൻഡ് ദിസ് ആൾസോ കൺസിസ്റ്റിംഗ് ഓഫ് സം പിഗ്മെൻറ്റ്സ്. ഇവരും പിഗ്മെൻറ്റ്സ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സിനോട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ആണ് യൂക്ലിനോയിഡ്സ് കൺസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഈസ് എ യൂക്ലിനോയിഡ്. ഇതാണ് നമ്മളെ യൂക്ലിന. ഓക്കെ, ഇനി അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ചാണ് പറയാനുള്ളത്. യൂക്ലിനോയിഡ്സ് 2 സ്വഭാവം കാണിക്കും. അതായത് ഓട്ടോട്രോഫിക് സ്വഭാവവും ഹെട്രോട്രോഫിക് സ്വഭാവവും കാണിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ലൈറ്റ് യൂസ് ചെയ്തിട്ട് സ്വന്തമായി ഫുഡ് സിന്തസൈസ് ചെയ്യുക അല്ലേ. സോ ദാറ്റ് ഈസ് ഇറ്റ്. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആൻഡ് ദേ പ്രൊഡ്യൂസ് ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്ലോറോഫിൽ. ഓക്കെ, സോ ദേ ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. അപ്പോൾ ലൈറ്റ് ഉള്ളപ്പോൾ ഒരു ഓട്ടോട്രോഫായിട്ട് ആക്ട് ചെയ്തു. ലൈറ്റ് ഇല്ലെങ്കിലോ? ആബ്സെൻസ് ഓഫ് സൺലൈറ്റ്, ലൈറ്റ് ഇല്ല, അപ്പോൾ അവരെന്തായിട്ട് ആക്ട് ചെയ്യും? യെസ്, അവർ ഹെട്രോട്രോഫ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അവരെന്ത് ചെയ്യും? മറ്റു ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ദ പ്രിഡേറ്റിംഗ് അതർ ഓർഗാനിസം ഫോർ ദർ എനർജി. So at the same time they act as autotrophs and heterotrophs. In the presence of light, autotroph ആയിട്ടായിരിക്കും. Absence of sunlight, heterotroph ആയിട്ടായിരിക്കും അവർ ആക്ട് ചെയ്യുക. So these are the mode of nutrition of euglenoids. Clear അല്ലേ? ഓക്കെ, then നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഏതാ? സ്ലൈം മോൾസ് ആണ് അല്ലേ. സ്ലൈം മോൾസ് എന്ന് പറയുന്നത് ഒരു സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ് ആണ്. സാപ്രോഫൈറ്റിക്. എന്താ സാപ്രോഫൈറ്റിക്? നമ്മുടെ ഡെഡ് ആൻഡ് ഡിക്കേയിങ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. സോ അവിടെ കാണുന്ന പ്രോട്ടിസ്റ്റാണ് സ്ലൈം മോൾസ്. ഓക്കെ, സോ ഇറ്റ്സ് മെയിൻലി സീൻ ഇൻ ഡെഡ് ആൻഡ് ഡിക്കേയിങ് മാറ്റേഴ്സിലാണ് കാണുന്നത്. ഓക്കെ,
under suitable conditions. So under suitable condition, they forms an aggregation is called as plasmodium. എന്താണ് പ്ലാസ്മോഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്യൂട്ടബിൾ കണ്ടീഷൻസിൽ ഇവരെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അവരുടെ എമൗണ്ട് കൂട്ടും. അവർ കൂടുതൽ എന്ത് ചെയ്യുന്നു? പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഷീറ്റ്, ഒരു മെത്ത പോലെ ഒരു ഷീറ്റ് ഫോം ചെയ്യും. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് പ്ലാസ്മോഡിയം. ഇപ്പോൾ ഈ പ്ലാസ്മോഡിയത്തിന് ഒരു എന്താ പറയുക, സെവറൽ ഫീറ്റ്സ്, കുറേ ഫീറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും, ഒരു ഷീറ്റ് പോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സോ ദ സ്ട്രക്ചർ ഈസ് കോൾഡ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം, ഹിയർ ദ പ്ലാസ്മോഡിയം ഈസ് നോട്ട് ആൻ ഓർഗാനിസം. സോ ദ സ്ട്രക്ചറാണ്, ഒരു അഗ്രിഗേഷനാണ്. കുറേ ആൾക്കാർ അവിടെ എന്ത് ചെയ്തു? അഗ്രിഗേറ്റ് ചെയ്ത് പോകാൻ ആ സ്ട്രക്ചറിനെയാണ് നമ്മളിവിടെ പ്ലാസ്മോഡിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സ്ലൈം മോഡ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻസിലല്ല, ഫേവറബിൾ കണ്ടീഷൻ അവർ പ്ലാസ്മോഡിയം പ്രൊഡ്യൂസ് ചെയ്തു. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ, അവരുടെ കണ്ടീഷൻസ് ഫേവറബിൾ അല്ല, അൺഫേവറബിൾ ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നു? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് എന്ത് കാണാം? സ്പോർസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്പോർസ് റിലീസ് ചെയ്തു. അതാണ് ഉദ്ദേശിക്കുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻ, പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ്, എന്ത് ഫോം ചെയ്തു? സ്പോർസ് ഫോം ചെയ്തു. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡീസ് ഫോം ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ടിപ്പിൽ നിന്ന് സ്പോർസ് റിലീസ് ചെയ്യുന്നു. ഈ സ്പോർസിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? സ്പോർസിന് ട്രൂ വാൾസ് ആണുള്ളത്. ഈ ട്രൂ വാൾസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവർ ഏത് കണ്ടീഷനിലായിക്കോട്ടെ, എത്രമാത്രം എക്സ്ട്രീം കണ്ടീഷനിലായിക്കോട്ടെ, അവയ്ക്ക് ആ കണ്ടീഷനോട് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് കുറേ വർഷം സർവൈവ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. അപ്പോൾ സ്പോർസ് അവിടെ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. ഇനി നമ്മുടെ എയർ കറൻറ്റ് അനുസരിച്ച് ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു? വേറെ എവിടെയെങ്കിലും വന്ന് വീഴുന്നു. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അതവിടെ കിടക്കുന്നു. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു? പിന്നെ അത് ജോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഈസ് എ structure of slime molds. Okay, it having a true wall that is resistant and they can withstand extreme condition. Okay, clear ano? Okay, so next one is protozoans. Protozoans are heterotrophs. And the heterotrophs ennu parna, they depend upon others for their energy. They act as, or they live as predators or parasites. അപ്പോൾ അവരുടെ കയ്യിൽ predators ഉണ്ട്, parasite ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ദെൻ നമുക്കിനി പഠിക്കാനുള്ളത് പ്രോട്ടോസോവൻസിൻ്റെ ടൈപ്സ് ആണ്. There are 4 types of protozoans. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. 4 ടൈപ്പായിട്ടാണ് നമ്മൾ പ്രോട്ടോസോവൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ? യെസ്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്, amoeboid protozoans, ciliated protozoans and sporozoans. So these are the 4 types of protozoans. ഇനി 4 ടൈപ്പ് പ്രോട്ടോസോവൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ? ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് amoeboid protozoan. So from this name നമുക്ക് എന്ത് കിട്ടും? ഇതിൽ ആരായിരിക്കും ഉണ്ടാവുക? യെസ്, അമീബ ഉണ്ടാകുന്ന ക്ലാസ് ആണ് ഇത്, amoeboid protozoans. എവിടേക്ക് കാണുക? യെസ്, ഫ്രഷ് വാട്ടർ ബോഡീസിലും മറൈൻ ബോഡീസിലും വാട്ടർ ബോഡീസിലും മോസ്റ്റ് സോയിലുള്ള റീജൻസിലാണ് നമുക്ക് amoeboid protozoans കാണാൻ പറ്റുക. അവരെങ്ങനെ ഫുഡ് ക്യാപ്ചർ ചെയ്യുക? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാ? യെസ്, സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ്. The pseudopodia is called as false feet. ഇത് യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യും? അവർ ഫുഡിനെ ക്യാപ്ചർ ചെയ്യും, ഉള്ളിലോട്ട് എൻഗൾഫ് ചെയ്യും. ഓക്കെ, സോ ദിസ് amoeboid protozoan എക്സാമ്പിളാണ് അമീബ. ഓക്കെ, സോ ഇറ്റ്സ് എ പ്രിഡേറ്റർ വൺ. ദെൻ അനദർ വൺ നമ്മൾ പറഞ്ഞു, ചിലത് പാരസൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. സോ പാരസൈറ്റിക് amoeboid protozoan ആണ് എൻഡമീബ. ഓക്കെ, സോ ഇറ്റ്സ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് പ്രോട്ടോസോവൻ. ഇതാ amoeboid protozoan. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ. സോ ഇതൊന്നും ഒരു പോയിന്റ് കിട്ടും. ആ പേര് നമുക്ക് കേട്ടാൽ തന്നെ ഒരു പോയിന്റ് കിട്ടും. എന്താ? ഫ്ലജല്ല അല്ലേ? സോ ഇതിനെന്ത് പ്രസന്റ് ആയിരിക്കും? ഫ്ലജല്ല പ്രസന്റ് ആണ്. ദേ ആർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റിക്. ഫ്രീ ലിവിങ് ഫോംസും ഉണ്ടാവാം, പാരസൈറ്റിക് ഫോംസും ഉണ്ട്. ഓക്കെ, ആൻഡ് ദിസ് കോസ് ഡിസീസസ് ലൈക്ക് സ്ലീപ്പിംഗ് സിക്നസ് പോലുള്ള ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഓക്കെ, സോ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻ്റെ പാരസൈറ്റ്സ് ഏത് ഡിസീസാണ് കോസ് ചെയ്യുന്നത്? സ്ലീപ്പിംഗ് സിക്നസ്. ആ സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ആളാണ് ട്രിപ്പനോസോമ. സോ എക്സാമ്പിൾ ചോദിക്കാം, ട്രിപ്പനോസോമ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതാ? യെസ്, സ്ലീപ്പിംഗ് സിക്നസ്. സോ ട്രിപ്പനോസോമ ഏതിലാണ് വരുന്നത്? ഇറ്റ്സ് എ പ്രോട്ടോസോവൻ. ഏത് പ്രോട്ടോസോവനാ?
Yes, it's a flagellator protozoan. Okay. So അങ്ങനെ വേണം പഠിക്കാൻ. ഇത് മൊത്തം എവിടെ വരുന്നു, ട്രിപ്പനോസോമ എന്ത് കോസ് ചെയ്യുന്നു, അത് ഏത് പ്രോട്ടോസോമനാണ്, മൊത്തം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ. Then next one, ciliator protozoan. പേര് നമുക്ക് എന്ത് മനസ്സിലായി? അവർക്ക് cilia ഉണ്ടല്ലേ. So ciliator protozoan is consisting of cilia. എന്താ ഈ സിലിയയുടെ യൂസ്? സിലിയ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലോക്കോമോഷൻ വേണ്ടിയിട്ടാണ്. സിലിയയുടെ പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇതാ, യെസ്, പാരമീസിയം. സോ ഇതാണ് നമ്മുടെ പാരമീസിയം. ഓക്കെ. പാരമീസിയത്തിൻ്റെ ബോഡിയുടെ ചുറ്റുപുറമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ സ്മോൾ മൈന്യൂട്ടായിട്ടുള്ള സിലിയ കാണാൻ പറ്റും. ഈ സിലിയ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ദിസ് ബീറ്റിംഗ് ഓഫ് സിലിയ ഹെൽപ്പ് ഇൻ ദ ലോക്കോമോഷൻ. അപ്പോൾ അതിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് സിലിയയാണ്. ഇത് കൂടാതെ ഇതിൻ്റെ ബോഡിയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. സോ ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് ഗള്ളറ്റ്. എന്താണ്? ഗള്ളറ്റ് എന്നാണ് ആ പേര് പറയുന്നത്. അപ്പോൾ നമ്മൾ സിലിയ എന്ത് ചെയ്തു? കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? വാട്ടർ കറൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഈ വാട്ടർ കറൻറ്റിലൂടെ നമ്മൾ വാട്ടറിലുള്ള ഫുഡ് ഈ ഗള്ളറ്റിലൂടെ എവിടേക്ക് എൻ്റർ ചെയ്യുന്നു? നമ്മുടെ പാരമീസിയത്തിന് ബോഡിയുടെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുന്നു. ഓക്കെ. സോ അതാണ് ഇവിടെ നടക്കുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് സിലിയ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ entering of food into the body cavity, ഏതാ? ഗള്ളറ്റ്. ഓക്കെ. സോ സിലിയേറ്റർ പ്രോട്ടോസോമൻ എന്ന് വിചാരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം എന്ത് മനസ്സിൽ വിചാരിക്കണം? യെസ്, പാരമീസിയം. സോ സ്ട്രക്ചർ ആലോചിക്കുക. സിലിയ ഉണ്ട്, സിലിയ ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട്, ബോഡി ക്യാവിറ്റി ഉണ്ട്. സിലിയ ബീറ്റ് ചെയ്യുമ്പോൾ ആ ബോഡി ക്യാവിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നു? വാട്ടറിൻ്റെ ഒപ്പം ഫുഡും എൻ്റർ ചെയ്യുന്നു. ഓക്കെ. സോ അത്രേ ഉള്ളൂ സിലിയേറ്റർ പ്രോട്ടോസോമൻ. സോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് സ്പോറോസോമൻസ്. സ്പോറോസോവൻസ് ഇത് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? യെസ്, എന്താ? സ്പോർ അല്ലേ. സ്പോറോസോവൻസ് എന്ന് പറയുമ്പോൾ സ്പോറാണ് അല്ലേ. അപ്പോൾ ഈ സ്പോറോസോവൻ്റെ ലൈഫ് സൈക്കിളിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോർ സ്റ്റേജ് പ്രസൻ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു എക്സാമ്പിൾ. എന്താ എക്സാമ്പിൾ? യെസ്, പ്ലാസ്മോഡിയം. നമ്മുടെ മലേറിയ കോസ് ചെയ്യുന്ന ഒരു പാരസൈറ്റാണെന്ത്? പ്ലാസ്മോഡിയം. സോ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പോറോസോവൻ. ഓക്കെ, ക്ലിയർ ആണോ? സോ അത്രയേ ഉള്ളൂ ദ ടൈപ്പ് ഓഫ് പ്രോട്ടോസോവൻസ്.